ഗുഡ് ബാഡ് അഗ്ലി ട്രെയിലർ അജിത്ത് അണ്ണൻ്റെ കുറേ നാളായി ഒരു മാസ് പടം കണ്ടിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജിത്തിൻ്റെ ഒരു ആട്ടം തന്നെയായിരിക്കും അജിത്ത് അണ്ണൻ്റെ. സത്യം അതാണ് ഇന്ന് ഈ സ്ക്രീനിൽ 10-ാം തീയതി നടക്കാൻ പോണത്. തിയേറ്ററിൽ ഒരു പൂരപ്പറമ്പ് തന്നെ ആയിരിക്കും. പടം പൊട്ടൂല, അതൊന്നുമല്ല വിഷയം. അജിത്തിൻ്റെ ഒരു ആട്ടം തന്നെയായിരിക്കും. അത് എന്തായാലും ഫാൻസിനെ തൃപ്തിപ്പെടുത്തും. അതുപോലെ തന്നെ അജിത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ മാസ് പുള്ളിയുടെ കുറേ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതെന്തായാലും ഈ ഒരു സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നിരാശ നൽകില്ല എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. പിന്നെ കഥയിലോട്ട് വരുമ്പോൾ നമുക്കൊരു മസാല പടമാണ്. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും നമ്മൾ കണ്ടുമടുത്ത പരിപാടിയൊക്കെ തന്നെ ആയിരിക്കും. ആദ്യക്ക് എങ്ങനെയാണ് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതായത് എന്തായിരിക്കും പുള്ളി ചെയ്ത് വെച്ചേക്കണം, അതായത് അജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ വെച്ചിട്ട് ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ കഥ വൈസ് സ്റ്റോറി ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതൊക്കെ ചുമ്മാ സ്ഥിരം സാധനം തന്നെ ആയിരിക്കും. പക്ഷെ ഫാൻ ബോയ് ട്രീറ്റ് എന്തായിരിക്കും, ഒരു ഫാൻ ബോയ് സംഭവം ആയിരിക്കും എന്നുള്ള ഇതാണ് ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ട്രെയിലറൊക്കെ വിഷയം, ഞാൻ എന്താ പറയുക, ട്രെയിലറൊക്കെ മാരകം എന്ന് വേണം പറയാം. കാരണം ഹൈപ്പ് ഏറ്റെന്നല്ല, ഒള്ളി അജിത്ത് എന്നുള്ള ഒറ്റ വേർഡ്, അദ്ദേഹത്തിൻ്റെ ഒരു ആട്ടം, അതിനാണ് ഞാൻ ഇത്ര ഹൈപ്പ് കൊടുക്കണം. സിനിമ വൈസ് അല്ല, ഞാൻ അജിത്ത് എന്ന് പറയുന്ന വ്യക്തിനാണ് ഹൈപ്പ് കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു ആട്ടം തന്നെ ആയിരിക്കും. അത് ഒട്ടും എത്ര ഹൈപ്പ് കൊടുത്താലും അതിന് നിരാശ നൽകില്ല എന്ന് വേണം പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കട്ട വിജയ് ഫാനാണ്. പക്ഷേ എന്താ പോലും അജിത്ത് അണ്ണൻ്റെ ഒരു കിഡിലൻ ഒരു മാസ് ആക്ഷൻ പടം കാണണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഗുഡ് ബൈ അഗ്ലി ഏപ്രിൽ 10-ാം തീയതി നടക്കും. ടിക്കറ്റ് ഞാൻ FDFS പറ്റുമെങ്കിൽ കാണും, ഇല്ലെങ്കിൽ അന്നല്ലെങ്കിൽ അടുത്ത ദിവസം കണ്ട് ഉറപ്പായിട്ടും ഞാൻ ഇതിനെ പറ്റിയിട്ട് പറയാം. ട്രെയിലർ അടിപൊളിയാണ്. ട്രെയിലറിൽ ഒരു ഫ്രെയിംസിൻ്റെ അടുത്ത് പറയണം, ഞാൻ അത് അതിഗംഭീരമായിട്ടുള്ള ഫ്രെയിംസാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ റെഫറൻസ് ഉണ്ട്. റെഫറൻസിൻ്റെ ഈ ഒരു കളി തന്നെ ആയിരിക്കും, എല്ലാ പടത്തിൻ്റെ റെഫറൻസാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, തൃഷയുണ്ട്, സിമ്രാനുണ്ട്, പിന്നെ AK മാൻ പഴയ ഒരു അജിത്തിൻ്റെ ഒരു ലുക്കുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട് ടീസറിൽ. അതൊക്കെ കിടിലമായിരിക്കും. തിയേറ്ററിൽ ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിലർ വിഷയമില്ല. പിന്നെ അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, അർജുൻ ദാസ്. അതൊരു 1.5 ക്ലാഷ് തന്നെ ആയിരിക്കും. അർജുൻ വേഴ്സസ് AK ഒരു കിടിലൻ ക്ലാഷ് തന്നെ ആയിരിക്കും. മൊത്തത്തിൽ ഞാൻ അജിത്ത് അണ്ണന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അജിത്ത് എന്ന് പറയുന്ന ഒരു ആട്ടം, അജിത്തിൻ്റെ ആട്ടം തന്നെ ആയിരിക്കും പടത്തിൽ. വേറെ ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒള്ളി അജിത്ത്. അതിനാണ് ഞാൻ ഹൈപ്പ് കൊടുക്കണം. ആ വ്യക്തിയുടെ ഒരു ആട്ടം എന്തായാലും പൊളിക്കും. നിരാശ പടം എപ്പോഴും പറയണം, പടം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അജിത്ത് കലക്കും, കസറും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ.